ഹലോ വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് റീഡിങ്ങിൻ്റെ കുറച്ച് സിനണിംസ് പഠിച്ചാലോ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പറയുന്നതാണ്, റീഡിങ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് എപ്പോഴും സിനണിംസ് നന്നായിട്ട് പഠിക്കണമെന്നുള്ളത്. കാരണം നമ്മുടെ ലെറ്ററിനകത്ത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഓപ്ഷനിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നമ്മുടെ പാരഗ്രാഫിലും ഒത്തിരി സെയിം ആയിട്ടുള്ള സിനണിംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പരിചയമില്ലാത്ത ന്യൂ വേർഡ്സ് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു സി പാർട്ട് ഒരു 5 to 6 പാരഗ്രാഫാണ് എക്സാമിനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12 പാരഗ്രാഫ്സ് നമുക്ക് 2 സി പാർട്ടും കൂടെ കൂടിയിട്ടായി. പിന്നെ നമുക്ക് ബി പാർട്ടിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലും നമുക്കൊരു 6 പാരഗ്രാഫ്സ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ന്യൂ വേർഡ്സ് നമുക്ക് പരിചയമില്ലാത്ത വേർഡ്സായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സിനണിംസ് എന്ന് പറയുന്നത്. അപ്പം സിനണിംസ് എപ്പോഴും അതിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ഈസിയാണ് നമുക്ക് സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി അതുമല്ല, ആ ഒരു സിനണിം വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓപ്ഷനിലും ഒരു ന്യൂ വേർഡ് ഉണ്ടാവും, നമ്മുടെ പാരഗ്രാഫ്സിലും ഒരുപാട് ന്യൂ വേർഡ്സ്, ഒരു പാരഗ്രാഫിൽ തന്നെ ഒരു 3, 4, 5 അത്രയും ഒരു ന്യൂ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷനിലുള്ള ഈ ന്യൂ വേർഡിൻ്റെ ഏതാണ് പാരഗ്രാഫിലുള്ള ന്യൂ വേർഡുമായിട്ട് സിമിലർ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാൽ ആ ഓപ്ഷനാണ് ആൻസർ എന്ന് നമുക്ക് ഏകദേശം ഒരു 80% നമുക്ക് നമ്മുടെ ആ ഒരു ട്രിക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് റീഡിങ്ങിലെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിലെ ന്യൂ വേർഡും പാരഗ്രാഫിലെ ന്യൂ വേർഡും തമ്മിൽ മീനിങ് ഒരുപോലെയാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ അതിനെ നമുക്ക് ഒന്ന് നോട്ടീസ് ചെയ്ത് ശരിക്കും വെക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ആ 2 സെൻറ്റൻസുകളെയും നമ്മൾ ഒരുമിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതും അതും സെയിം മീനിങ് ആണോ എന്ന്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഏതാണ് ആൻസർ എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ന്യൂ വേർഡ്സിലേക്ക് പോകാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ 10 വേർഡ്സാണ് പരിചയപ്പെടുത്തുന്നത്. ആ 10 വേർഡ്സിൻ്റെയും സിനണിമും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരു 3 സിനണിം വെച്ചിട്ടാണ് തരുന്നത്. നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം OET പഠിക്കാൻ തുടങ്ങുമ്പോൾ മാക്സിമം ഒത്തിരി സമയം എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കേട്ടോ ഇത് യൂസ്ഫുൾ ആകുന്നത്. ഇനി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാത്ത കുട്ടികൾക്കും വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോഴും ഈ സിനണിംസ് എല്ലാം യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാറില്ലല്ലോ. അപ്പം എങ്ങനെയായാലും നിങ്ങൾ ഈ വേർഡ്സ് എല്ലാം എഴുതി വയ്ക്കുക നോട്ട്ബുക്കിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഡെയിലി ഒന്ന് ഫെമിലിയർ ആക്കി കൊണ്ടുവന്ന് നടക്കാം. വേർഡ്സും അതിൻ്റെ സിനണിംസും എല്ലാം എപ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളിങ്ങനെ പഠിച്ചതിന് ശേഷം നമ്മൾ പുതിയ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഈ വാക്കുകളൊക്കെ ഞങ്ങൾ ഈ മെറ്റീരിയലിൽ കണ്ടതാണല്ലോ എന്നുള്ളൊരു ആ സിമിലാരിറ്റി നമ്മൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ന്യൂ വേർഡ്സിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് ഈസ് പ്രൂഡൻറ്റ്. കേട്ടിട്ടുണ്ടോ വേർഡ്? പ്രൂഡൻറ്റ് എന്നാണ് ഫസ്റ്റ് വേർഡ്. അതിൻ്റെ സിനണിംസും കൂടി പറയാം, ഒന്ന് എഴുതി വെച്ചോണേ. ജുഡീഷ്യസ് എന്നാണ് ഫസ്റ്റ് നെയിം. സെക്കൻഡ് വൺ സേജ് ആൻഡ് തേർഡ് വൺ ഈസ് സെയ്. 3 വേർഡ് നമ്മൾ പഠിച്ചു. ജുഡീഷ്യസ്, സേജ്, സെയ്. ഓക്കെ, സെക്കൻഡ് വേർഡിലേക്ക് നമുക്ക് പോകാം. അലീഗ്ഡ്. അതിൻ്റെ സപ്പോസ്ഡ് ആൻഡ് ക്ലെയിംഡ്, സോ കോൾഡ്. ഈ 3 വേർഡാണ് അതിൻ്റെ സിനണിംസ് ആയിട്ട് വരുന്നത്. നമുക്ക് മൂന്നാമത്തെ വേർഡിലേക്ക് പോകാം. അംബീജിയസ്. അതിൻ്റെ നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ്, അൺക്ലിയർ ആൻഡ് അൺസർട്ടൻ. ഈ 3 വേർഡ്സാണ് നമുക്ക് ഉള്ളത്. അടുത്തത് മോഡിഫൈഡ് ആണ്. മോഡിഫൈഡ്, ആൾട്ടേഡ്, ചേഞ്ച്ഡ്, വേരീഡ്. നെക്സ്റ്റ് വേർഡ് ഫിൽറ്റർ. സീവ്, സ്ട്രെയിൻ, പ്യൂരിറ്റി. ഓക്കെ, 5th വേർഡ് കിട്ടിയല്ലോ, ഫിൽറ്റർ. 6th വേർഡ് ഈസ് ഡിസ്ക്രൈബ്. ഡിസ്ക്രൈബിൻ്റെ സിനണിംസ് ആണ് റിപ്പോർട്ട്, ട്രേസ് ആൻഡ് നാരേറ്റ്. 7th വേർഡ് നമുക്ക് എടുക്കാം. ഡിപ്ലഷൻ, ഡിക്ലൈൻ, ഡിക്രീസ്, ഡിമിനിഷ്മെൻറ്റ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ 7th വേർഡിലോട്ട് 8th വേർഡിലേക്ക് പോകാം. ടിമിഡ്, ഫിയർഫുൾ,
അപ്രഹെൻസീവ് ആൻഡ് അഫ്രൈഡ്. ഇതാണ് അടുത്ത വേർഡ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത വേർഡിലേക്ക് പോകാം. ആട്രിബ്യൂട്ടഡ്, ആട്രിബ്യൂട്ടഡ്, അസൈൻ, അക്രെഡിറ്റ് ആൻഡ് അലോക്കേറ്റ്. ഓക്കെ, 9th വേർഡ്, ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. നെസസിയേറ്റ്, കണ്ടീഷൻ, എസെൻഷ്യൽ, നീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വേർഡ്സും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രിൻ്റ് എടുത്ത് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും പ്രിൻ്റ് എടുത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. മൊബൈലിൽ ചെയ്യുന്നതോ ലാപ്ടോപ്പിൽ ചെയ്യുന്നതോ ഒന്നും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു അണ്ടർലൈനൊക്കെ ചെയ്ത് നമ്മൾ ശരിക്കും വായിച്ച് നോക്കി. കാരണം നമുക്ക് പേപ്പർ ബേസ്ഡ് എക്സാം ആണല്ലോ, കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം അല്ല, നമ്മൾക്ക് എപ്പോഴും പേപ്പർ ബേസ്ഡ് എക്സാമാണ്. പേപ്പർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ പേപ്പറിനകത്ത് നോക്കി അണ്ടർലൈനൊക്കെ ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ആൻസർ കൂടുതൽ കിട്ടാനും പെട്ടെന്ന് കിട്ടാനുമായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രിൻ്റ് എടുത്ത് തന്നെ ചെയ്യുക. അപ്പം ഇത്തിരി അധികം വിലയൊന്നുമില്ല നമുക്കൊരു പ്രിൻ്ററിന്. ഒരു 5000 റുപ്പീസിൽ താഴെ നമുക്ക് ആമസോണിൽ പ്രിൻ്റർ അവൈലബിൾ ആണ്, നല്ല പ്രിൻ്ററുമാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാനായിട്ടും ഒക്കെ പ്രിൻ്റർ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. ഇപ്പോൾ അത്യാവശ്യം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന പാരൻസ് ആയിട്ടുള്ളവരാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾക്കത് യൂസ്ഫുള്ളാണ്. സോ നമുക്ക് പുറത്തെടുക്കണതിന് ഒത്തിരി തന്നെ ക്യാഷ് ആവുമല്ലോ. അപ്പോൾ ഒരു 60 മെറ്റീരിയലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെറ്റീരിയലിനകത്ത് തന്നെ ഒരു 6-7 പേജസ് ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ക്യാഷ് അതിനാകും. ഇനി പാട്ട് മാത്രമായിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പാട്ടിൻ്റെ തന്നെ ഒരു ബണ്ടിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒത്തിരി ജിറോക്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഒരുപാട് ക്യാഷ് ആവുന്നത് കൊണ്ട് പ്രിൻ്ററൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചെടുക്കാവുന്നുള്ളൂ. എന്ത് തന്നെയായാലും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ 10 വേർഡ്സ് റീഡിങ്ങിൻ്റെ സിനോണിംസ് പഠിച്ചു. നമുക്കിപ്പോൾ റിക്രൂട്ട്മെൻറ്റൊക്കെ പതിയെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ എഴുതുന്നവരൊക്കെ പതിയെ ജയിക്കുന്നുണ്ട്. സോ ഇപ്പോൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഒരു 3 months എടുത്ത് എഴുതുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ലഭിക്കും. അപ്പോൾ അതിന് സിനോണിംസ് വായിക്കുന്നതെല്ലാം ഹെൽപ്ഫുള്ളാണ്. സോ സിനോണിംസൊക്കെ വായിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. റീഡിങ് നല്ല കോൺസെൻട്രേഷനോടുകൂടി ചെയ്യുക, ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.